സോ ഹായ് ഗൈസ്. സോ നമ്മൾ ഐസ് ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്താന്ന് വെച്ചാല് മോഹൻലാൽ പ്രിയൻ സിനിമയുടെ ഒരു സ്റ്റോറി ലൈൻ്റെ ഒരു റൂമർ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം പറ എന്താണ്? ഇപ്പൊ നമുക്കറിയാം പ്രിയൻ മോഹൻലാൽ കോമ്പോ എന്ന് പറയുമ്പോ ഒരു കൾട്ട് ക്ലാസിക് ആണത്. അപ്പൊ എത്ര കാലങ്ങൾക്ക് ശേഷം വരുന്നതെന്ന് നമുക്കറിയാം. ഒപ്പം വരുന്നു തോന്നുന്നു അവരുടെ അവസാനത്തെ സിനിമ. അതെ, അല്ല മരക്കാർ. മരിക്കാർ, സോറി, മരിക്കാർ. അത് ബ്ലോക്ക് ബസ്റ്റർ ഒരു വിജയമല്ലായിരുന്നെങ്കിലും എനിക്ക് ആ സിനിമ പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമയാണ്. ആൾക്കാർക്ക് അങ്ങനെയല്ലായിരുന്നു, ആൾക്കാർക്ക് കംപ്ലീറ്റ് നെഗറ്റീവ്. അവരുടെ അവസാനത്തെ ടേസ്റ്റ് ഭയങ്കര ഒരു ബാഡ് ടേസ്റ്റ് ആയിരുന്നു. അതെ, അപ്പൊ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയും കൂടെ ആയിരുന്നു അത്. അതെ, അപ്പൊ പുതിയൊരു ഇൻഫർമേഷൻ വെച്ച് നമുക്ക് കിട്ടിയ റൂമേഴ്സ് വെച്ച് അവരുടെ പുതിയ സിനിമയുടെ ഒരു സിനോപ്സിസ് എന്ന് വേണേൽ പറയാം. ഒരു അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ മ്യൂസിക്കൽ ആണെന്ന് പറയുന്നുണ്ട്. അതെ, ഒരു മ്യൂസിക്കൽ സിനിമ എന്നാണ് എല്ലാരും പറയുന്നല്ലേ. അതൊരു മോഹൻലാലിന്റെ സിനിമയൊക്കെ വന്നിട്ട് കാലം കുറേ. കാലങ്ങളായി. അതെ, പിന്നെ അതിന് ഇപ്പൊ രണ്ട് ആക്ടേഴ്സ് കാണും. മ്യൂസിക് ഡയറക്ടർ ആയിട്ട് റഹ്മാൻ ആണെന്നും ഇങ്ങനെ റൂമേഴ്സ് ഉണ്ട്. ഒബിയസ്ലി ഒരു മ്യൂസിക്കൽ സിനിമ ആകുമ്പോൾ ഒരു ടോപ്പ് ടിയർ ഡയറക്ടറിനെ, മ്യൂസിക് ഡയറക്ടറിനെ വേണമല്ലോ. പക്ഷെ അതിന്റെ ഇപ്പം അച്ഛൻ മകനാന്ന് പറയുന്നത്, അപ്പം ആക്ടേഴ്സ് രണ്ടും വേറൊരു മേജർ ആക്ടർ ആണോ അതോ മോഹൻലാലാണോ മോൻ, അച്ഛൻ വേറെ ഏതെങ്കിലും പ്രായമുള്ള പുള്ളി അതോ അതെങ്ങനെയാണെന്നാണ്? മേജർ വേറെ രണ്ട് ആക്ടേഴ്സ് ആയിരിക്കും. മോഹൻലാൽ അച്ഛനായിരിക്കും, മകനായിട്ട് മോഹൻലാൽ അച്ഛനായിരിക്കും, മകനായിട്ട് അപ്പം ഒരു യങ് സൂപ്പർ സ്റ്റാർ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. ബേസിൽ ജോസഫ് സൂപ്പർ സ്റ്റാർ ആയിരിക്കും. ബേസിൽ ജോസഫ് വേണ്ട, യങ് സൂപ്പർ സ്റ്റാർ ആയിരിക്കും. ഒരു പൃഥ്വിരാജിനൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ? പൊളിക്കും, നമുക്ക് അടിപൊളിയായിരിക്കും. എനിക്ക് തോന്നുന്നില്ല. എനിക്കൊന്നും അത് കുറച്ചും കൂടെ, എനിക്കൊന്നും ഒരു നോർമൽ, ചിലപ്പം നമുക്ക് ആർക്കും അറിയാത്തൊരു ന്യൂ കമറിനായിരിക്കും ചൂസ് ചെയ്യുന്നത്. പ്രിയദർശന്റെ സിനിമയിൽ എപ്പോഴും അങ്ങനെ ഉള്ളതാണ്, ന്യൂ കമറിനെ എടുക്കുന്നത്. അതെ, പിന്നെ പ്രിയദർശൻ ആണെങ്കിൽ പ്രിയദർശന്റെ കഴിഞ്ഞ 2-3 പടങ്ങളൊക്കെ കുറച്ച് ഫ്ലോപ്പ്. ഇപ്പം ഒരു ഹിന്ദി സിനിമ ഇറങ്ങി ഫ്ലോപ്പായി, അതിന് മുമ്പ് ഒരു ഹിന്ദി സിനിമ ഇറങ്ങി അതും ഫ്ലോപ്പായി, മരക്കാറ് ഫ്ലോപ്പായി. അപ്പം പ്രിയദർശൻ ഒരു അനിവാര്യമാണ് ഇപ്പോഴത്തെ ഒരു സിനിമ. പക്ഷെ പുള്ളിയുടെ ലൈഫിൽ പോസിറ്റിവിറ്റി ആണ്. ലിസി ആയിട്ട് ഒന്നിച്ചു, അപ്പം ഒന്നിച്ചുള്ള ആദ്യത്തെ സിനിമയൊക്കെ ആയപ്പോ അതിന്റെ ഒരു പോസിറ്റിവിറ്റി കാണുമായിരിക്കും അല്ലേ? തീർച്ചയായും കാണും. അതുമല്ല, പിന്നെ മോഹൻലാൽ എന്നുള്ള കോംബോ കിട്ടുമ്പോ അവർക്ക് എപ്പോഴും അറിയാലോ, ഒരു എവർഗ്രീൻ കോംബോ ആണത്. അപ്പൊ അതിന്റെ ഒരു പോസിറ്റിവിറ്റി ആ സിനിമയ്ക്ക് ഉണ്ടാവട്ടെ. അതെ, പിന്നെ ഇപ്പം AR റഹ്മാൻ മോഹൻലാലിനെ ഒന്നിച്ചിട്ട് ഒരുപാട് കാലമായി എന്നാണ് എന്റെ ഓർമ്മയില്. യോധയാണെന്ന് തോന്നുന്നു. യോധയാണ് ആദ്യത്തെ മലയാള സിനിമ യോധയാണ്. അതെ, അത് കഴിഞ്ഞിട്ട് മോഹൻലാൽ റഹ്മാനൊന്നും ഒന്നിച്ചിട്ടേ ഇല്ല എന്റെ ഒരു ഓർമ്മയിൽ. എന്റെ ഓർമ്മയില് ഇല്ല, പക്ഷെ എവിടെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം കാണുമായിരിക്കും, എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അതെന്തായാലും ഭയങ്കര ഒരു അത് ഉറ്റും, പ്രത്യേകിച്ച് ഒരു മ്യൂസിക്കൽ സിനിമ ആകുമ്പോൾ മോഹൻലാലിന്റെ മറ്റേ പഴയ ലിപ്സിങ്ക് സാധനങ്ങളൊക്കെ കിട്ടൂ. അതിനൊക്കെ ആൾക്കാർക്കൊക്കെ ഭയങ്കര, അന്ന് എല്ലാവർക്കും നോർമലായിട്ട് തോന്നിയെങ്കിലും പിന്നീടാണ് എല്ലാവരും അതിനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ സാധനമൊക്കെ കിട്ടുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. പിന്നെ ഒരു ക്ലാസിക്കൽ ഏട്ടൻ, ആ ഒരു മറ്റേ ഒരു വെള്ള ഇതൊക്കെ ഇട്ടിട്ട് അതൊക്കെ അടിപൊളിയായിരിക്കും. നമുക്ക് നോക്കാം അതെങ്ങനെയായിരിക്കും അല്ലേ. അതെ, ഓക്കെ എന്നാ നമുക്ക് കാണാം.